ഇന്ന് ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, ജമാഅത്തെയുമായി ഒത്തുപോകുമോ ലീഗ്? മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും ലീഗ് സെക്രട്ടറിമാരിൽ ഒരാളുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഈ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാനായി ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്ര രൂപീകരണം എന്ന വാദം ഇല്ല എന്ന് പറയുന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ? പ്രതിപക്ഷ നേതാവിൻ്റെ ആ നിലപാടിനോട് മുസ്ലിം ലീഗിന് യോജിപ്പുണ്ടോ? മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ നിലപാട് വളരെ കൃത്യമായി ഇന്ന് ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതുമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയല്ല ജമാഅത്തെ ഇസ്ലാമി. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയല്ല ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ അത് അവരുടെ സ്വന്തം തീരുമാനമാണ്. ആ തീരുമാനത്തിന് അവരിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്താണെന്ന് സമൂഹത്തോട് പറയേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതാണ് ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ നിലപാട്. അതിന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തരത്തിലും അസ്വാഭാവികതയില്ല. ആ പിന്തുണ ഒരുപക്ഷെ സ്വീകരിക്കുന്നതിലും അസ്വാഭാവികതയില്ല. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി അവർ UDF-നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. 2020 മുതൽ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ആ പിന്തുണ തുടർന്നു പോകുന്നുണ്ട്. അതിപ്പോഴുമുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും അതായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശം അവർക്കിപ്പോൾ മതരാഷ്ട്ര രൂപീകരണം എന്ന വാദം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പോലും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം. അപ്പോൾ എന്തിനാണ് ആ വെള്ളപൂശൽ? അല്ല, ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ള രാജ്യത്തിൻ്റെ സെക്യുലർ ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്ത് ഏതൊരാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുവെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രവാദം ഉയർത്താൻ മതരാഷ്ട്രവാദം ഉയർത്താനാണ് എന്ന് ആർക്കും പറയാനാവില്ല. കാരണം അവർ ഒരു വെൽഫെയർ പാർട്ടി എന്ന നിലയ്ക്ക് അവർ പാർട്ടി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വെൽഫെയർ പാർട്ടി അംഗീകരിക്കുന്നതിന് നിദാനമായ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യം കാത്തു സൂക്ഷിക്കേണ്ട രാജ്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മതരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് ഞങ്ങളൊരു മതരാഷ്ട്രവാദം നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയായി രംഗത്ത് വരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാകും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ ചൂടിയത്. ആ ഒരു പ്രസ്താവനയിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും RSS മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനയാണെന്നറിയാം. RSS-നെ പോലുള്ള സംഘടനകൾക്ക് ആ വാദം ശക്തമായി ഉയർത്തുവാനുള്ള ഒരു വളം ഏകുകയല്ലേ ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളിലൂടെ ഇങ്ങനെയുള്ള സംഘടനകളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്? അതല്ലേ? അല്ല, ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയട്ടെ. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴേക്കും അതിനെ ഇത്ര വക്രീകരിച്ചൊരു ചർച്ചയാക്കേണ്ട അനിവാര്യത എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 996 ഏപ്രിൽ 22 തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ എന്ന പേരിൽ ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ മുഖപ്രസംഗം നിങ്ങളൊരു ആവർത്തി വായിക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ ഇവർ അംഗീകരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി തങ്ങൾക്ക് വോട്ട് നൽകിയെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയത് എന്നും അതിനവരുടെ ശ്രദ്ധേയമായ തീരുമാനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് 1996 മുഖപ്രസംഗം എഴുതിയ CPM അതിൻ്റെ മുഖപത്രമായ ദേശാഭിമാനി. ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേര് ബർമുഡ എന്നും മറ്റാരെങ്കിലും ധരിക്കുന്ന സമയത്ത് അതിന് മറ്റൊരു പേരുമിട്ടാൽ അത് ശരിയല്ല, അതൊരു ന്യായമല്ല. കാരണം ഇതൊക്കെ വളരെ കൃത്യമായ ചില കാഴ്ചപ്പാടുണ്ട് ചിലർക്കൊക്കെ, അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്ത് ആരോപണങ്ങൾ കേരളത്തിൽ നടക്കേണ്ട വളരെ ശ്രദ്ധേയമായ
ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ നടക്കേണ്ട, മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മലപ്പുറത്ത് നടക്കേണ്ട ചില ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ എന്ന് പറയുന്നത് ഹിന്ദു ദിനപത്രത്തിന് മലപ്പുറത്ത് ഭീകരവാദം നടക്കുന്നു, അതിനാവശ്യമായ പണവും ഹവാല പണവും കള്ളക്കടത്ത് സ്വർണ്ണമൊഴുകുന്നു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത് മലപ്പുറത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് വിഷയമാകേണ്ടതായിരുന്നു. മലപ്പുറത്ത് ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമങ്ങളുണ്ടായി എന്നുള്ള വലിയ ആരോപണങ്ങൾ ഉയരുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ മാറ്റുന്ന സംഭവങ്ങളുണ്ടായതും ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വരുന്ന തകർച്ച, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ദേശീയപാത തകർന്നതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതവർക്കറിയാം. ഇങ്ങനെ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ചർച്ച അങ്ങ് മാറ്റുകയാണ്. ഇന്നലെ നിങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങൾ വായിച്ചവരല്ലേ? ഇന്നലെ എന്താ നമ്മുടെ നാട്ടിലുള്ളത്? ശ്രുതി തരംഗം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ബധിരരും മൂകരുമായ കുട്ടികൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ചികിത്സ ലഭ്യമായിരുന്ന അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി നടപ്പാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊടുത്ത് കുട്ടികളെ രക്ഷിച്ചെടുക്കുന്ന ആ പദ്ധതി നിർത്തലാക്കിയിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം എല്ലാവരുടെയും മീഡിയ ഒന്നിച്ച് നിങ്ങൾ പോയിരിക്കുന്നത് ഇത്തരം ഒരിക്കലും അനിവാര്യതയില്ലാത്ത ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അവിടെ നിന്ന് മാറണം. അവിടെ നിന്ന് മാറേണ്ടതുണ്ട്. ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നിലച്ചിരിക്കുന്നു. കാരണം ഉപകരണങ്ങളില്ലാത്തത് കൊണ്ടാണ് ഓപ്പറേഷൻ നിലച്ചിരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. ഇത് ഈ നാടിനെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇത് എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്ന് ചർച്ച ചെയ്ത് ഉള്ള സമയം അതിനുവേണ്ടി വിനിയോഗിക്കുന്ന ഈ ഒരു രീതി, അതല്ല ഈ കേരളം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അബ്ദുറഹ്മാൻ രണ്ടത്താണി, താങ്കൾ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ അവിടുത്തെ വന്യജീവി പ്രശ്നമടക്കമുള്ളവ, അവിടുത്തെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ആശാ വർക്കർമാരുടെ വിഷയമടക്കം അവിടെ പ്രചരണ രംഗത്തേക്ക് വിഷയമാവുകയും അതൊക്കെ മീഡിയ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ വിമർശനം, അത് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ കൃത്യമായി നിലപാടെടുത്ത് അകലം പാലിച്ചു പോകുന്ന ഒരു കക്ഷിയാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക്, അതല്ലെങ്കിൽ ഒരു യോജിപ്പിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രസ്താവന, ഈ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്കും ദഹിക്കുന്നതാണോ എന്നേ ചോദിച്ചുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് അനുമതിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അനുമതി ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ, വെൽഫെയർ പാർട്ടി എന്ന പേരിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് തീർച്ചയായും അതിന് രാജ്യത്തിൻ്റെ നിയമങ്ങളും എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊണ്ടാകണം. BJP എന്ന് പറയുന്നത് ആ രീതിയിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ടാണ് അവരുണ്ടാക്കിയത്. എന്നാൽ RSS എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഞങ്ങൾക്ക് ആർക്കും പിന്തുണക്കാൻ ഈ സന്ദർഭത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ആര് പിന്തുണച്ചാലും അത് അവരാണ് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിലോ ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിലോ അവർ പങ്കാളികളല്ല. ഈ നിലമ്പൂരിൽ വിജയിക്കാൻ ലീഗിന്റെ മാത്രം പിന്തുണ പോരാ എന്ന ഒരു തോന്നലിൽ കൂടിയാകുമോ അത്രയും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്? അവർ തന്നെ പറയാത്ത അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ തന്നെ തുറന്നു പറയാത്ത രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്, മതരാഷ്ട്ര രൂപീകരണം ഇല്ല എന്ന മട്ടിലുള്ള ഒരു ന്യൂട്രലൈസേഷൻ, പ്രത്യേകിച്ചും ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ലീഗിനെതിരെ നയിച്ചിട്ടുള്ള യുദ്ധങ്ങൾ എന്താണെന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അത്തരം പ്രസംഗങ്ങളൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. തിരിച്ച് എന്താണ് ലീഗ് നേതാക്കന്മാർ അതിന് ആര്യാടൻ മുഹമ്മദിനും ഷൗക്കത്തിനും കൊടുത്ത മറുപടിയും അതും ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണോ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക്, നിലപാടിലേക്ക് എത്തിച്ചേർന്നത്?
അല്ല, ഞങ്ങൾക്ക് അതത് കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അതത് കാലഘട്ടത്തിൽ ചില ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട്. അത് ഐക്യജനാധിപത്യ മുന്നണിയിൽ ഘടകകക്ഷിയാകുമ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമൊക്കെ ചില വിഷയങ്ങളിലൊക്കെ പ്രശ്നാധിഷ്ഠിതമായുള്ള വിഷയങ്ങളിൽ പലപ്പോഴും വിഭിന്നമായ നിലപാടുകൾ ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് വാഗ്വാദങ്ങളുണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ് ഇരുകൂട്ടരും ഒരുമിച്ച് ഒരേ തീരുമാനത്തിലേക്ക് എത്തി കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താറുണ്ട്. ഇതൊക്കെ കേരളത്തിലോ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യവുമാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരമൊരു ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രസ്താവന അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര നിങ്ങളിപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ CPIയും CPMും തമ്മിലുണ്ടായിട്ടുള്ള എത്ര വലിയ ചില പ്രസ്താവനകൾ, മുണ്ടുടുത്ത മോദി എന്ന പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രസക്തമാണോ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം എന്താണ്? CPIയുടെ നേതാക്കന്മാരിൽ നിന്നുണ്ടായ പ്രതികരണമാണ് അവിടെ മുണ്ടുടുക്കാത്ത മോദി, ഇവിടെ മുണ്ടുടുത്ത മോദി എന്ന് പറഞ്ഞാൽ ആ പ്രതികരണം എന്താണ്? അത് എത്രമാത്രം വളരെ വലുതാണെന്ന് നിങ്ങൾ ഓർക്കുക. അതൊക്കെ രാഷ്ട്രീയ പ്രചാരണമാണ്, രാഷ്ട്രീയമായി കാണാം എന്നൊക്കെ പറഞ്ഞ് ഐക്യജനാധിപത്യ മുന്നണികളിലെ ഘടകകക്ഷികൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നാധിഷ്ഠിതമായ വിഷയങ്ങളുണ്ടായെങ്കിൽ അതിനെ ഊതി വീർപ്പിക്കുക എന്നതൊന്നും ശരിയായ ഒരു വീക്ഷണമല്ല. ഈ 2014 ജനുവരി 18 ഹൈക്കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൊടുത്ത ഒരു സത്യവാങ്മൂലം, അതിൽ ഒരാൾ ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന്. അപ്പോൾ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുന്ന സംഘടന എന്നാണ്. ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിപ്പിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന സംഘടന എന്നാണ്. ഗുരുതരമാണ് ഈ രണ്ട് നിരീക്ഷണങ്ങളും. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇപ്പോഴും നിലമ്പൂരിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഘടകകക്ഷിയായിരുന്നു. അന്നത്തെ നിലപാടുകളിൽ നിന്നൊക്കെ പിന്നോട്ടു പോയി ജമാഅത്തെ ഇസ്ലാമി എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരുടെ രാഷ്ട്രീയം എന്തെങ്കിലും തരത്തിൽ മാറിയെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇതുവരെയും ലീഗും കോൺഗ്രസും മറിച്ചൊരു നിലപാടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്രയും കൃത്യമായി അവർക്ക് മതരാഷ്ട്രവാദം എന്ന ആശയമില്ല, ഇപ്പോൾ അങ്ങനെ ആ വാദം അവർക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്നത്. അന്ന് ഇത്രയും കാർക്കശ്യമുള്ള ഒരു നിലപാട് എടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. അല്ല, ഇതിൻ്റെ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അനാവശ്യമായി എഴുതാപ്പുറം വായിച്ചങ്ങനെ പോവുകയാണ്. ഇതിലൊന്നും ഒരു പ്രസക്തിയുമില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അത് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. കേരളത്തിലെ ജനങ്ങൾ അത്രയേറെ പ്രയാസകരമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും ഇനി കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ ഒരിക്കലും ഇവർക്ക് വിഡ്ഢികളാക്കാൻ കഴിയില്ല. കേരളം അവിടെയാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞവരാണ് ഇവരൊക്കെ. അതത് കാലഘട്ടങ്ങളിൽ എടുക്കുന്ന ഇവരുടെ ഈ നയവൈകല്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 എണ്ണത്തിലും ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടു കൂടിയല്ലേ വിജയിച്ചത്. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ചേലക്കരയിൽ ആ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞില്ലേ. ഇവിടെ വ്യത്യസ്തമായ ഒരു റിസൾട്ടൊന്നും കാണില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയ വിജയമുണ്ടാകും. ആ വിജയമുണ്ടാകുന്നതിന് കാരണം ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു സർക്കാരിൻ്റെ ദൈനംദിനം അവരുടെ ഭരണത്തിൽ പൊറുതി മുട്ടി നിൽക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ ഒരു തിരിച്ചടിയായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. അത് സ്വാഭാവികമായും വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ 9 കൊല്ലത്തെ ഭരണത്തിനുള്ള തിരിച്ചടി കൂടിയാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി അത് പ്രതിഫലിക്കുമെന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഏതൊരാൾക്കും അറിയാം. അതിനുവേണ്ടിയുള്ള എന്ത് ചെറിയ ചെറിയ ചവിട്ടുപടികളൊക്കെ ചിലർ വെച്ച് നോക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട് പ്രസ്താവന നടത്തുക, അത് കഴിഞ്ഞ് വേറെ ചിലർ വന്ന് മലപ്പുറം ജില്ലയിലൂടെ നടക്കാൻ ഭയമാണെന്ന് പറയുക. ആ ഭയമാണെന്ന് പറയുന്ന ആളുകളെ പിറ്റേന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാരിപ്പുണരുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടല്ലോ. ഇതൊന്നും നിങ്ങളാരും ചർച്ചയാക്കിയില്ലല്ലോ. കാരണം ഈ ഒരു വിഷയത്തെ മാത്രം എടുത്ത് ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ആര്യാടൻ ഷൗക്കത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എന്ന ആവശ്യം അവർ ഉയർത്തി എന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ലീഗിന്റെ നിലപാട് എന്താകും?
അല്ലാതെ ഞാനല്ലല്ലോ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു നിലപാട് എന്താണെന്ന് ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട പാർട്ടിയല്ലല്ലോ ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിക്ക് അതിനൊക്കെ കൃത്യമായി കൂടിയാലോചിക്കാനും തീരുമാനങ്ങൾ പറയാനുമൊക്കെ കഴിയുന്ന ഞങ്ങളുടെ ഉന്നതാധികാര സമിതികളില്ലേ, അവിടെയൊക്കെ ചർച്ച ചെയ്തല്ലേ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനങ്ങൾ അവിടെ ചെയ്ത സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലും ആ സന്ദർഭവും എന്താണോ അത് പരിശോധിച്ചപ്പോൾ പറയും. അവിടെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിനോടകം തന്നെ ആലോചനകൾ നടന്നിട്ടുണ്ടാകുമല്ലോ. അതിൽ 2020 പോലെ തന്നെ പലയിടങ്ങളിലും സഖ്യവും ധാരണയും ഒക്കെ ഉണ്ടായിരുന്നു വെൽഫെയർ പാർട്ടിയുമായി. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ആലോചന? കഴിഞ്ഞില്ലേ? അപ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടാത്തതായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. പല കാര്യങ്ങളിലും നയപരമായ കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അത് ഇപ്പോൾ തുറന്നു പറയാൻ ആകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റഡ് കക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊക്കെ ആ രീതിയിലാണ് പ്രതികരിച്ചത്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഈ ചർച്ചയ്ക്ക് എത്തിയതിന്.